അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പി ശശി ഇടപെട്ടുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി. വിവിധ കാര്യങ്ങളിൽ SITക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല. പോറ്റി ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വസതിയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സൈഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സൈഫ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CBI അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് നിരന്തരം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് അത് CBI അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയായിരുന്നു. എങ്ങനെയായിരുന്നു ഈ വിഷയത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം സൈഫ്? മറ്റ് രണ്ടുപേരും പത്തനംതിട്ടയിൽ നിന്നുള്ള രണ്ടുപേര്, ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട MPയും, ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത്. ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ്? ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്, കേട്ടില്ലേ? അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല, പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. അതിലെനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നേരത്തെ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിൽ പങ്കുള്ളയാളല്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന്. അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത്? ഇതിനല്ലേ മറുപടി പറയേണ്ടത്? യഥാർത്ഥ പ്രശ്നം അതല്ലേ? അതിൽ ഇവരുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത്? അതിന് ഉത്തരവാദി? അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത്. സൈഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സൈഫ്, പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി കൃത്യമായ കാരണം നികത്തിക്കൊണ്ട് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. പോറ്റി ആദ്യം കയറിയത് സോണിയാഗാന്ധിയുടെ വസതിയിലാണ് എന്നാണ് മുഖ്യമന്ത്രി വീണ്ടും ഇന്ന് ആവർത്തിച്ച് പറഞ്ഞത്. എന്താണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറഞ്ഞത്? പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ചിത്രം, ആ ചിത്രത്തിൽ അടൂർ പ്രകാശുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, മറ്റ് ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന മറ്റാൾക്കാരുണ്ട്. അവർ സോണിയാഗാന്ധിയുടെ വസതിയിലാണ് നിൽക്കുന്നത്. അതീവ സുരക്ഷയുള്ള മേഖലയാണത്. അവിടെ എങ്ങനെ കയറി എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അടൂർ പ്രകാശ് ഒരു ആരോപണം ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് തനിക്കെതിരായ ചില നീക്കങ്ങൾക്ക് പിന്നിൽ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. അദ്ദേഹം ശരി, സൈഫാണ് വിവരങ്ങൾ നൽകിയത്.